RRT സംഘത്തിൽ ഈ ദൗത്യ സംഘത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥര് ഏറ്റിരിക്കുന്നത് കടുവയുടെ ആക്രമണം തന്നെയാണ്. ഇവരൊരു ടീമായി തന്നെ പരിശോധന നടത്തുന്നതിനിടയിൽ, കടുവയ്ക്കായുള്ള തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഈ ഉദ്യോഗസ്ഥന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് മന്ത്രി. ഇപ്പോൾ കടുവയെ പിടികൂടാൻ കൂടുതൽ ഊർജിതമായി തന്നെ നടപടികൾ അവിടെ തുടരുകയാണ്. കടുവയെ കണ്ടാൽ വെടിവെക്കുമെന്നുള്ള കാര്യവും മന്ത്രി OR കേളു ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. തീർത്തും ആശങ്കാജനകമായിട്ടുള്ള, തീർത്തും ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെയാണ് വയനാട്ടിലുള്ളത്. നേരത്തെ നമ്മൾ ആ ഉദ്യോഗസ്ഥന്റെ ആശങ്ക അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മുഖത്ത് നെളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഗുരുതരാവസ്ഥയും അതിനെ ആക്രമിച്ച് കടുവയാണെന്നുള്ള വിവരവും അവർക്ക് ലഭ്യമായിട്ടുണ്ടാകും. അത് ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പറയാനുള്ള അനുമതി കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് പറയാനാകൂ. അതിന്റെ ഒരു കാലതാമസവുമായിരിക്കും നമ്മൾ നേരത്തെ കണ്ടത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഇംതിയാസ്, ഉണ്ടായത് കടുവയുടെ ആക്രമണമാണെന്ന് മിനിസ്റ്റർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമെന്നും പറയുന്നു. എന്താണ് അവിടെ നടക്കുന്ന നടപടികൾ? എന്താണ് ഈ കടുവയെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലെ തെരച്ചിൽ? എങ്ങനെയാണ് വെടിവെക്കും? എന്തൊക്കെയാണ് ഇംതിയാസിന് ഫീൽഡിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും മന്ത്രി തന്നെ കടുവയുടെ ആക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ കടുവ ദൗത്യം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. കാരണം വലിയ പ്രതിഷേധമൊക്കെ ഇന്നലെ അടക്കം നടന്നതായിരുന്നു. അതിൽ തന്നെ എത്രത്തോളം ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ, എത്ര ഭീതിയോടെയാണ് കഴിയുന്നത് എന്ന് വ്യക്തമായതുമാണ്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എന്തായാലും ഈ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ ആ മേഖലയിലേക്ക് ഇപ്പോൾ ഈ അല്പസമയം മുൻപ് അങ്ങോട്ടേക്ക് പോയിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ഈ പരിക്ക് പറ്റിയ RRT അംഗത്തെ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടം. കാരണം മന്ത്രി പറഞ്ഞതനുസരിച്ച് വ്യക്തമാക്കിയതുപോലെ ശരീരത്തിന്റെ വിവിധ മേഖലകളിൽ ആക്രമണം ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇത്തിരി ഗൗരവമായ ഒരു ആക്രമണം തന്നെയാണ്, ഗുരുതരമായ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് തന്നെയാണ് ആദ്യത്തെ പ്രാധാന്യം. അത് ആദ്യഘട്ടത്തിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, SOP മാനദണ്ഡം അനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുന്നു, അതിൽ രാധ മരണപ്പെടുന്നു. വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവുന്ന സ്ഥിതിക്ക് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു പെർമിഷൻ ആയിരിക്കും ഒരു പക്ഷേ ഇനി വരാനുള്ളത്. കാരണം രണ്ടാമതും ഒരു മനുഷ്യനെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാനദണ്ഡങ്ങളിൽ അങ്ങനെയുണ്ട്, വെടിവെച്ച് കൊല്ലാം എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇന്ന് തന്നെ എടുത്തേക്കാനാണ് സാധ്യത. കാരണം കളക്ടറേറ്റിൽ AK ശശീന്ദ്രൻ അടക്കമുള്ളവരുടെ യോഗം ഇന്ന് ചേരുന്നുമുണ്ട്. അതിലൊരു തീരുമാനം ഇന്നുണ്ടാവുകയും ചെയ്യും. നമുക്കറിയാം, നേരത്തെ ഇന്ന് രാവിലെയാണ് ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന്, ഈ മേഖലയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അരുൺ സക്കരെ എത്തി ഒരു ടീമിനെ ഉണ്ടാക്കി. 20 അംഗ RRTയും അതുപോലെ തന്നെ 8 അംഗങ്ങളുള്ള 8 ടീം, ഈ രീതിയിലായിരുന്നു ഒരു ടീമിനെ ഇവിടെ നിയോഗിച്ചിരുന്നത്. ആ ടീമിനെ ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ രണ്ട് ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ പഞ്ചാരക്കൊല്ലിയിലെ തറാട്ടിൽ, ഈ ആക്രമണമുണ്ടായ തറാട്ടിലും അതുപോലെ തന്നെ വിവിധ മേഖലകളിലേക്ക് ഈ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. കടുവയെ കണ്ടാൽ ഏതു വിധേനയും മയക്കുവെടി വെക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതായിരുന്നു ഇവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ചാണ് ഒരു മണിക്കൂർ മുൻപ് ഈ സംഘം വിവിധ മേഖലകളിലേക്ക് ഈ കടുവ ദൗത്യത്തിനു വേണ്ടി പുറപ്പെട്ടിരുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ തറാട്ടിൽ എന്ന ഭാഗത്ത് വെച്ച്, അതായത് നേരത്തെ നമ്മൾ ഈ ആക്രമണമേറ്റ് മരിച്ച രാധക്ക് ആക്രമണമേറ്റ ആ ഭാഗത്തു നിന്നും കഷ്ടി ഒരു 200-300 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായത് എന്നാണ് വ്യക്തമാവുന്ന ഒരു കാര്യം. ഇതിനടുത്തു തന്നെയാണ് രാധയുടെ വീടുമുള്ളത്. ആ ഭാഗത്ത്, ഏകദേശം ആ ഭാഗത്ത് തന്നെ, പഞ്ചാരക്കൊല്ലിയുടെ ആ ഭാഗത്ത് വെച്ച് തന്നെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖല വിട്ട് കടുവ എങ്ങോട്ടും പോയിട്ടില്ല, കടുവ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ പരിക്കേറ്റ അംഗത്തിന് കൃത്യമായ ചികിത്സ നൽകി അദ്ദേഹത്തെ രക്ഷിച്ചതിന് ശേഷം ഈ ദൗത്യം കൃത്യമായിട്ട് തുടരുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ, അരുൺ സക്രിയയുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ കണ്ടാൽ വെടിവെച്ച് കൊല്ലുക എന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും ഇന്ന് കാര്യങ്ങൾ എത്തിച്ചേരുക എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാവുന്നത്. അതിനുള്ള ടീമെല്ലാം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിരോധനാജ്ഞയും എല്ലാവിധ നിയന്ത്രണങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഇതൊരു ജനവാസ മേഖല കൂടിയാണ്. നിരവധി മനുഷ്യർ താമസിക്കുന്ന ഈ പരിസരത്തെല്ലാം നിരവധി വീടുകളുണ്ട്. നേരത്തെ തന്നെ ഇവിടെ എത്തി, ഇന്നലെ തന്നെ വാർഡ് കൗൺസിലർ അടക്കമുള്ളവരെത്തി പുറത്തേക്ക് ഇറങ്ങരുത്, കാരണം ഇന്നലെ വൈകിട്ടോടെയൊക്കെ കടുവയെ കണ്ടു എന്ന് ഇന്നലെ നമ്മൾ ആ
വാർത്ത അറിഞ്ഞ വൈകുന്നേരം 6 മണിയായ സമയത്ത് ഇവിടെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന സമയത്തായിരുന്നു ഈ അതായത് ബേസ് ക്യാമ്പ് ഇന്നലെ ഇംതിയാസ് സൂചിപ്പിച്ച ഒരു 300-400 മീറ്റർ ഇപ്പുറത്തേക്കാണ് വീണ്ടും കടുവയെ കണ്ടത് നാട്ടുകാർ പറയുന്നു എന്നുള്ളതാണ്. സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും സമീപ പ്രദേശത്ത് തന്നെ കടുവയെ കാണൂ എന്നുള്ള വിവരം ലഭിക്കുമ്പോൾ ഈ പഞ്ചാരക്കൊല്ലിയിൽ രാധ ആക്രമിക്കപ്പെട്ട ആ പ്രദേശത്ത് നിന്നും ആ ചുറ്റുവട്ടത്ത് നിന്നും അധികം ദൂരമൊന്നും കടുവ പോയിട്ടില്ല എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഇന്നലെ കണ്ടത് ഒരുപക്ഷെ ആ കടുവയെ തന്നെ ആകാമെന്നും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അങ്ങനെ തന്നെ ഊഹിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതേ കടുവയുടെ സാന്നിധ്യം എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഈ മേഖലയിൽ അതായത് ആക്രമണം ഉണ്ടായി ആ ദിവസം തന്നെ കൂടെല്ലാം ഒരുക്കി 3ഓളം കൂടുകൾ ഒരുക്കി അടുത്ത ദിവസം തന്നെ ഇവിടെയുള്ള റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യം, ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇവർക്ക് ക്യാമറയിലും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളിലൂടെയും ഒക്കെ ഇവർക്ക് വ്യക്തമായ കാര്യമാണ്. പിന്നീട് ഇന്നലെ രാവിലെ ഒരു പക്ഷേ നമ്മൾ ചോദിച്ച സമയത്ത് റഡാർ പരിധിയിൽ കടുവയില്ല എന്ന് അവർ പറയുന്നൊരു ഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി വീണ്ടും ഒരു വീടിന്റെ പരിസരത്തോടു കൂടി, അതായത് ഈ ബേസ് ക്യാമ്പ് ഓഫീസ് പരിസരത്തുള്ള ആ ഭാഗത്തിൽ നിന്ന് ഒരു 300 മീറ്റർ മാറി ആ വീടിന്റെ പരിസരത്തോടു കൂടി ഒരു കടുവ ഓടിപ്പോയി എന്ന് ഇവിടുത്തെ നാട്ടുകാർ തന്നെ സംശയം ഉന്നയിച്ചത്. ആ സംശയം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിലടക്കം വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ ആ തിരച്ചിലൊന്നും കടുവയുടെ സാന്നിധ്യം ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് പ്രകാരം കടുവയുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തിയിട്ടില്ല. ഇത് വയനാട് ഡാറ്റാബേസിലുള്ള കടുവയാണെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇത് കർണാടകയിലെ വിവരങ്ങളുമായിട്ടൊക്കെ അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ രീതിയിലൊക്കെ വ്യക്തത തേടുന്നുണ്ട് എന്നായിരുന്നു വിവരം. അതിനുശേഷമാണ് വീണ്ടും കാരണം ഈ അരുൺ സക്കറിയ ടീമിന് ഇത് ഈ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതു വിധേനയും ഈ ക്യാമറ ട്രാപ്പുകളും എല്ലാവിധ സംവിധാനങ്ങളും പരിശോധിച്ച് കടുവയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അതിനെ തേടിപ്പോവാൻ ഉള്ള കഴിവ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു 20 അംഗ RRTയും അതുപോലെ തന്നെ 8 അംഗങ്ങൾ ഉൾപ്പെടുന്ന 8 സംഘങ്ങളുമായിട്ട് ഇന്ന് ഒരു ടീമിനെ വിവിധ മേഖലകളിലേക്ക് പരിശോധനയ്ക്കും അതുപോലെ തന്നെ കണ്ടാൽ മയക്കുവെടി വെച്ച് അതിനെ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് പറഞ്ഞയച്ചിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം, അതിദയനീയമായ ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഈ രാധ എന്നൊരു സ്ത്രീ ഈ മരിച്ച സമയത്ത് തന്നെ ഈ ജനങ്ങളെല്ലാം വലിയ ആശങ്കയിലായിരുന്നു. ആ ഭീതി ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. കാരണം ഇന്നലെ ആ പ്രതിഷേധത്തിലൂടെയൊക്കെ നമ്മളത് കണ്ടതാണ്. വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവുമ്പോൾ ആ ഭീതി കൂടുതൽ കൂട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഇപ്പോഴും ആശ്വസിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കടുവ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അതായത് തിരഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള രീതിയിൽ കടുവ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കടുവയെ മയക്കുവെടി വെച്ചോ അതല്ലെങ്കിൽ ഏതു വിധേനയും കൂട് വെച്ചോ ഒക്കെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ ഈ ടീമിന് എത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റ RRT അംഗത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ എത്തിച്ച് എല്ലാവിധ ചികിത്സയും നൽകുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ളത്. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിലിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കടുവയുടെ പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിക്കൽപ്പം ഗുരുതരമാണെന്നൊക്കെയാണ് നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചത്. ദേഹമാസകലം കടുവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മിനിസ്റ്റർ പറയുകയുണ്ടായി. മന്ത്രി OR കേളുവാണ് ഇക്കാര്യങ്ങൾ നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത്.